നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാര് വരുമ്പോ അവിടെ എല്ലാം കയ്യിൽ കൂട്ടില് 3, 4, 5 വലിയ കുപ്പി മദ്യം എയർപോർട്ടിൽ നിന്ന് വാങ്ങിച്ചത് അതുകൊണ്ടായി വരണേ. എന്റെ പൊന്ന് സഹോദര സഹോദരി, ഈ പിശാചിനെ കൊണ്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ വരുമ്പോ നിങ്ങൾ മദ്യം കൊണ്ട് കൊടുത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കരുത്. കാരണം ആ മദ്യലഹരിയിൽ അവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത, അവർ പറയുന്ന വാക്ക്, അവർ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം ഈ മദ്യം വാങ്ങിക്കൊടുത്ത ആള് ഉത്തരവാദിയാണ്. ഒരാത്മാവ് നശിക്കാതിരിക്കാൻ കർത്താവ് ദൈവം തന്റെ മകനെ ബലിയാക്കിയെങ്കിൽ, ഒരാത്മാവിനെ നശിപ്പിക്കാൻ നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന കാരണമാവുമെങ്കിൽ അത് ചെറിയൊരു ബാധ്യതയല്ലെന്ന് കുടുംബങ്ങൾ ഓർത്തോ. അത് ചെറിയൊരു കണക്കല്ല. ജോലിക്ക് വരുന്നവർക്ക്, കൂലിക്ക് വരുന്നവർക്ക്, വീട്ടിൽ പണിയെടുക്കാൻ വരുന്നവർക്ക്, കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് മദ്യം വെച്ച് വിളമ്പുന്ന കുടുംബങ്ങളോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട മക്കളെ, ഇത് മാരകമായ തിന്മയാണ്. അത് ചെയ്യരുത്. നിങ്ങൾക്ക് 10 മിനിറ്റ് നേരത്തേക്ക് അവർ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പറയുമായിരിക്കും. ചെയ്യരുത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത മദ്യവും കൊണ്ട് ഒരു മനുഷ്യൻ, കഴിഞ്ഞ ദിവസം എന്റെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ ഒരു ജീവിതം പറഞ്ഞു. അതായത് ഒരു മനുഷ്യൻ ഇതുപോലെ ജോൺ ബോളിനെ പോലെ മദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് മദ്യപാനം നിർത്തിയിട്ട് അയാൾ മാനസാന്തരപ്പെട്ടു, വചനപ്രഘോഷകനായി. വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് സന്ധ്യയാവുമ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഒരു പാവപ്പെട്ട ചേച്ചി തല്ലും കൊണ്ട് കരഞ്ഞോണ്ട് ഓടി വന്ന് ഈ വീട്ടിലേക്ക് കയറും. എന്നിട്ട് ഇവിടെ കിടന്നുറങ്ങും. രാവിലെ പോവും. അയാൾ ഭർത്താവ് കള്ളു കുടിച്ചിട്ട് ഇടിക്കുന്നതാണ്. ഓരോ തവണ ഈ ഭാര്യ തല്ലും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഓടി കയറി ഇങ്ങോട്ട് വരുമ്പോ ഈ സുവിശേഷകൻ ഇരുന്ന് കരയും. എന്താ കാര്യം എന്നറിയാമോ? അയലോക്കത്തവനെ കുടി പഠിപ്പിച്ചത് ഇയാളാണ്. ഇയാൾ മാനസാന്തരപ്പെട്ടു. പക്ഷെ അപ്പുറത്തവൻ ഇതുവരെ കുടി നിർത്തിയിട്ടില്ല. അവന്റെ ഭാര്യയ്ക്ക് ഓരോ തല്ല് കിട്ടുമ്പോഴും ആ മനുഷ്യൻ പറയാണ്, ആ തല്ല് എനിക്കിട്ടാണ് കിട്ടുന്നത്. കാരണം അവനെ കുടി പഠിപ്പിച്ചത്, കുടിക്കടാ എന്ന് പറഞ്ഞ് അവനെ കുടി പഠിപ്പിച്ചത് ഞാനാണ്. അപ്പനെ മക്കൾ ഒരുമിച്ചിരുന്ന്, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്ന്, മാതാപിതാക്കളും മക്കൾ ഒരുമിച്ചിരുന്ന് കള്ളു കുടിക്കുന്നത് സംസ്കാരത്തിന്റെ ലക്ഷണമായിട്ട് കാണരുത്. നാളെ നിങ്ങളുടെ കൺമുമ്പിൽ ഇവര് കിടന്ന് വിഷമിക്കുന്നത് കണ്ട് നിങ്ങൾ കരയേണ്ടി വരും.